രസകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഇത് എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളതും ഒരു ചോദ്യമാണ്. അതായത് ട്രംപിനെ അലാസ്കയിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ച വളരെ പ്രശസ്തവുമായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ട്രംപിനെ അവിടെ കണ്ടത്, അതായത് അലാസ്കയിൽ കണ്ടത് പുടിനല്ല, മറിച്ച് പുടിൻ്റെ തനിപ്പകർപ്പായിരുന്നു. അതായത് ക്ലോണിംഗ് ആയിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഓഗസ്റ്റ് 15 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇന്ത്യക്ക് മേൽ US ഏർപ്പെടുത്തിയ അധിക തീരുവ കുറയ്ക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നതിനാൽ ലോകം മുഴുവൻ ഈ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കി. എന്നിരുന്നാലും ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് അത്തരം നല്ല ഫലങ്ങളൊന്നും ഉടനടി പുറത്തു വന്നില്ല. പുറത്തു വന്നത് സെൻസേഷണലായിട്ടുള്ള അവകാശവാദങ്ങളാണ്. ട്രംപിനെ കാണാൻ വന്ന പുടിൻ യഥാർത്ഥ പുടിൻ അല്ലെന്നും പുടിൻ തൻ്റെ തനിപ്പകർപ്പ് അലാസ്കയിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ അവകാശവാദങ്ങൾ. ഇത് വിശ്വസിക്കാൻ ഒന്നിലധികം കാരണങ്ങളും ഇൻ്റർനെറ്റിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പുടിൻ അലാസ്ക സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഇത് യഥാർത്ഥത്തിലുള്ള റഷ്യൻ പ്രസിഡന്റ് അല്ല, പുടിൻ്റെ തനിപ്പകർപ്പാണെന്ന് ഇൻ്റർനെറ്റിൽ ചർച്ച നടക്കുന്നുണ്ട്. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അവകാശപ്പെടുന്നത് പുടിൻ്റെ കവിളുകൾ അദ്ദേഹം അലാസ്ക സന്ദർശിച്ചപ്പോൾ ഫില്ലറുകൾ, അതായത് മുഖം കൂടുതൽ പൂർണ്ണമായി കാണാനുള്ളൊരു സൗന്ദര്യവർദ്ധക ചികിത്സയാണ് ഈ ഫില്ലറുകൾ എന്ന് പറയുന്നത്, ഈ ഫില്ലറുകൾ നടത്തിയതുപോലെയായിരുന്നു എന്നാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ മുഖം അസാധാരണമാംവിധം പ്രസന്നമായിരുന്നു. യഥാർത്ഥ പുടിന് ഗൗരവമേറിയ ഒരു ഭാവമുണ്ട്. അദ്ദേഹം അപൂർവമായി മാത്രമേ പുഞ്ചിരിക്കാറുള്ളൂ. അതേസമയം അലാസ്ക സന്ദർശിച്ച പുടിൻ ഇടയ്ക്കിടെ പുഞ്ചിരിക്കുകയും മുഖത്ത് അസാധാരണമായ ഒരു ആവേശം കാണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുടിൻ്റെ കയ്യെഴുത്തു പ്രതിയായ ഗൺസ്ലിംഗർ വാക്ക് അതും കാണാനില്ലായിരുന്നു. അതായത് പുടിന് ഒരു സവിശേഷമായിട്ടുള്ളൊരു നടത്തമുണ്ട്, അത് വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിന് ഗൺസ്ലിംഗർ നടത്തം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. വലതുകൈ ഏതാണ്ട് നിശ്ചലമായി തുടരും, അതേസമയം ഇടതുകൈ സാധാരണയായി ആടും എന്നുള്ളതാണ് ഈ നടത്തം. ഇത് ഒരു മെഡിക്കൽ പ്രശ്നമല്ല, മറിച്ച് KGBയിലെ പരിശീലനത്തിൻ്റെ ഫലമാണ്. ഏജന്റുമാർ അവരുടെ വലതുകൈ നിശ്ചലമായി സൃഷ്ടിക്കുന്നു, ശരീരത്തിൽ ഏതാണ്ട് സ്പർശിക്കുന്നു. അതിനാൽ ആവശ്യമെങ്കിൽ അവരുടെ പോക്കറ്റിൽ തിരികെ വെച്ചിരിക്കുന്നതോ അരയിൽ തിരികെ വെച്ചിരിക്കുന്നതോ ആയ ഒരു തോക്ക് പുറത്തെടുത്ത് വെടിവെക്കാൻ കഴിയും. റഷ്യയുടെ സുരക്ഷാ ഏജൻസിയായിട്ടുള്ള KGBയിൽ പരിശീലനം നേടിയതിനാൽ ചെറുപ്പത്തിൽ തന്നെ പുടിൻ വലതുകൈ നിശ്ചലമായി നടക്കാൻ ശ്രമിക്കുന്നു. അതായത് വലതുകൈ നിശ്ചലമായി വെച്ചിട്ട് ഇടതുകൈ മാത്രമേ പുടിൻ ആട്ടുകയുള്ളൂ. അലാസ്കയിൽ എത്തിയപ്പോൾ പുടിൻ്റെ വലതുകൈ സ്വതന്ത്രമായി ചലിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം യഥാർത്ഥ പുടിനല്ല എന്ന് ആളുകൾ സംശയിക്കുന്നു. പുടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ കുറിച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ രസകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ്. ഒരു ഉപയോക്താവ് ഇങ്ങനെയാണ് പറയുന്നത്: ഈ പുടിൻ നമ്പർ 5 ബോഡി ഡബിൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ കാണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം കൂടുതൽ വൃത്താകൃതിയിലാണ്. കൂടാതെ അദ്ദേഹം പുടിൻ്റെ പ്രശസ്തമായിട്ടുള്ള KGB വാക്ക് ഉപയോഗിച്ച് നടക്കില്ല. ഇത് യഥാർത്ഥ പുടിനല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജോളി പുടിൻ, അതായത് ഇരട്ട സഹോദരൻ, അതായത് സന്തോഷകരമായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ജോളി പുടിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പലപ്പോഴും ചെറിയ പരിപാടികളിൽ പങ്കെടുക്കുകയും ഉത്തര കൊറിയയിൽ കിം ജോങ് ഉന്നിനെ കാണുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥ പുടിനാണെന്ന് ഇപ്പോഴും കരുതുന്ന ഏതൊരാളും ഒരു വിഡ്ഢിയാണ്. പുടിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളതാണ് മറ്റൊരു ആൾ പറയുന്നത്. പുടിന് രണ്ടാമതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് ഇത് ആദ്യമായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ 1, 2 അല്ല 6 ഇരട്ടി ഡ്യൂപ്ലിക്കേറ്റുകൾ വർഷങ്ങളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പുടിന് ഈ വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതിനാൽ വ്ളാദിമിർ പുടിൻ്റെ ആരോപിക്കപ്പെട്ട ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പുടിൻ എന്ന തലക്കെട്ടിൽ ഒരു വിക്കിപീഡിയ പേജ് പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ പറ്റി ഇനി പറയുന്ന അവകാശവാദങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്താണത്? പുടിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പത്രസമ്മേളനം പോലുള്ള പ്രാധാന്യം കുറഞ്ഞ ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പകരം അദ്ദേഹം തൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ അയക്കുന്നു. പുടിൻ സ്വയം പോകുന്നതിന് പകരം ജീവൻ അപകടത്തിലായ സ്ഥലങ്ങളിലേക്ക് തൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകളെ അയക്കുന്നു. പുടിന് ഒന്നിലധികം ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടെന്ന സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ചില ഡബിൾസ് പുടിനെ പോലെ തോന്നിക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ടെങ്കിലും നടത്തത്തിലും മുഖത്തിലുമുള്ള സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അവരെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്നാണ്. ഉദാഹരണത്തിന് പുടിൻ്റെ ചില ഡ്യൂപ്ലിക്കേറ്റുകൾ യഥാർത്ഥ പുടിൻ്റെ അത്രയും ഉയരമുള്ളവയല്ല. അതുകൊണ്ടാണ് ഇത്തരം ഡമ്മി പുടിനുകൾ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഹീൽസ് ധരിക്കുന്നത്. യഥാർത്ഥ പുടിൻ ഒരിക്കലും ഹീൽസ് ധരിക്കാറില്ല. പുടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകളെക്കുറിച്ച് ചർച്ച 2004 മുതൽ നടക്കുന്നു. വർഷങ്ങളായി വ്യത്യസ്ത കോണുകളിൽ നിന്ന് എടുത്ത പുടിൻ്റെ 100 കണക്കിന് ഫോട്ടോഗ്രാഫുകൾ പഠിച്ച വിദഗ്ധർ പറയുന്നത് പുടിൻ്റെ ഉയരം, ചെവിയുടെ ആകൃതി, ഭാരം എന്നിവയുടെ മാറ്റങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുമെന്നാണ്. ഇത് ഒന്നിലധികം പുടിൻ്റെ സാധ്യതയെ സ്ഥിരീകരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുക്രൈൻ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പുടിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് സിദ്ധാന്തം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും റഷ്യൻ ഉദ്യോഗസ്ഥരും പുടിനും അദ്ദേഹത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പുടിനുണ്ടെന്നുള്ള ഒരു കാര്യം ആവർത്തിച്ച് നിഷേധിക്കുകയാണ്. ഇനി വേറൊരു ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ പുടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് റഷ്യയുടെ തന്ത്രമാണെന്നുള്ളതാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് പുടിൻ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു എന്നുള്ളതാണ്. 2004 ഗുരുതരമായി രോഗം ബാധിച്ച് പുടിൻ മരിച്ചുവെന്നും പുടിനെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉപയോഗിച്ചാണ് റഷ്യ ഇപ്പോൾ ഭരണത്തിൽ മുന്നേറുന്നത് എന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.